വെറും കല്ല് ഡിമാൻഡിംഗ് ഡയമണ്ടായ കഥ. 1800-കളിൽ വെറും ഒരു കല്ലിന്റെ വില പോലും ഇല്ലാതിരുന്ന ഡയമണ്ടിന് ഇന്ന് കാണുന്ന മൂല്യം എങ്ങനെയുണ്ടായി? അക്കാലത്ത് ലോകത്തെമ്പാടും ഈ വജ്രക്കല്ലുകൾ സുലഭമായിരുന്നു. അധിക സപ്ലൈ കുറഞ്ഞ ഡിമാൻഡിലേക്ക് നയിക്കുമെന്ന് മനസ്സിലാക്കിയ ഡെ ബിയേഴ്സ് എന്നൊരു കമ്പനി സൃഷ്ടിച്ച ബുദ്ധിപൂർവമായ ഒരു മാർക്കറ്റിംഗ് തന്ത്രത്തിന്റെ ചരിത്രമുണ്ട്. എല്ലാ ഡയമണ്ട് മൈൻസിന്റെയും കൺട്രോൾ ഏറ്റെടുക്കുകയും അതുവഴി മുഴുവൻ സപ്ലൈയും സ്വന്തമാക്കുകയും ചെയ്തു. എന്നാൽ 1930-ലെ ഗ്രേറ്റ് ഡിപ്രഷൻ കാലത്ത് ഡയമണ്ടിന്റെ ഡിമാൻഡ് കുറയുകയും കമ്പനി അമേരിക്കയിലെ ആഡ് ഏജൻസി ഭീമന്മാരായ NWAers സമീപിക്കുകയും ലോകം കണ്ട ഏറ്റവും മികച്ചൊരു മാർക്കറ്റിംഗ് ക്യാമ്പയിന് തുടക്കമിടുകയും ചെയ്തു. അക്കാലത്ത് അമേരിക്കയിലെ 10% ആളുകൾ മാത്രമേ ഡയമണ്ട് എൻഗേജ്മെന്റ് റിംഗ് ഉപയോഗിച്ചിരുന്നുള്ളൂ. എന്നാൽ ഡെ ബിയേഴ്സ് ഈ പ്രവണത നിർബന്ധമാക്കിക്കൊണ്ട് ഒരു റൂൾ സൃഷ്ടിച്ചു. എൻഗേജ്മെന്റിലെ ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഘടകമായി ഈ ഡയമണ്ട് റിങ്ങിനെ അവർ ഉയർത്തിക്കാട്ടി. അപ്പോഴും ഒരു പ്രശ്നം അവശേഷിച്ചു. ആളുകൾ തങ്ങളുടെ കൈവശമുള്ള ഡയമണ്ട്സ് വിൽക്കുന്നത് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഒരു സ്ഥിരപ്പെടുത്തിയ വില ഡയമണ്ടിന് ഇല്ലാത്തത് കൊണ്ട് തന്നെ വിലയിൽ വലിയ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങി. ഇത് തടയാൻ കമ്പനി കണ്ട ഏക വഴി ആളുകളെ ഡയമണ്ട് വിൽക്കുന്നതിൽ നിന്ന് തടയുക എന്നത് മാത്രമായിരുന്നു. അങ്ങനെയാണ് എ ഡയമണ്ട് ഈസ് ഫോർ എവർ എന്ന മാർക്കറ്റിംഗ് ക്യാമ്പയിന് തുടക്കമാകുന്നത്. അങ്ങനെ ആളുകൾ തലമുറകളോളം ഡയമണ്ട് സൂക്ഷിക്കാനും തുടങ്ങി.